നമുക്കേ സാറേ നേരെ ജില്ലാ കമ്മിറ്റിയിലേക്ക് പോകണം. ഒറ്റ മിനിറ്റ്. ആ പറയ സിദ്ദിഖേ. എന്താണ് എവിടെ ആണോ? ഒത്തിക്കട്ടെ ഒരു ഒത്തിക്കട്ടെ. അങ്ങനെ മൊയ്തൂനെ കള്ളനാക്കാൻ ഒരു നോക്കണ്ടല്ലോ. മൊയ്തൂനോട് കളിക്കാൻ ഒരായിട്ടില്ല സിദ്ദിഖേ, ഒരായിട്ടില്ല. ആയിക്ക് ഫോൺ വെച്ചോ. എന്താ സാർ പ്രശ്നം? അതേ മറ്റവന്മാര് കവലയിലൊക്കെ എന്നെ പറ്റി പോസ്റ്റ് ഒട്ടിച്ചിട്ടത്രേ. ഞാൻ കംപ്ലീറ്റ് കമ്മീഷൻ പിടിച്ചു വാങ്ങാന്ന് പറഞ്ഞിട്ട്. മൊയ്തൂനാണ് അവരെ കളി. പശുവും പാലിന് പണി ഞാൻ കൊടുക്കും. ചെറിയൊരു സംസാരം ഇങ്ങനെ കേട്ടു സാറ്. ജി കേട്ടിനെയോ? നിങ്ങൾ എന്തൊക്കെ പറയാഞ്ഞേ? ജി കേട്ടിനെയോ? ആരും പറയരുത്, കൂടെ നടക്കണ ആരും എന്നെ പറ്റി ഒരു നെഗറ്റീവ് വന്നാൽ പറയരുത് കേട്ടോ. നമ്മുടെ ഇമേജിന് ബാധിക്കൂല. എന്ത് ഇമേജാണ് പ്രസാദേ? എനിക്കറിയില്ല. ഞാൻ ഈ MLA ആവുന്നതിന് മുമ്പ് ഞാൻ നല്ലൊരു കച്ചവടക്കാരനായിരുന്നു. പാർട്ടി എല്ലാ വർഷവും തോക്കുന്ന മണ്ഡലത്തിൽ ഇന്ന് നിർത്താൻ കാരണം എന്താ? എന്റെ കൈ കണ്ടിട്ടാ 5 കോടി മുടക്കിയിട്ടാ ഞാനിപ്പോ MLA ആയിട്ട് നിൽക്കണത്. അറിയാം എനിക്ക് മുതലാക്കണോ? മണ്ഡലത്തിൽ നടക്കണ എന്ത് പരിപാടിയും ഞാൻ കമ്മീഷൻ ഞാൻ പിടിക്കും. സാറേ ഈ 5 വർഷം മതിയോ? പോരാ, അടുത്ത 5 വർഷം വേണോ? അത് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബാധിക്കൂല നമ്മളെ. ബാധിക്കോ? പിന്നെ അത് ബാധിക്കും. അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇമേജ് ഒന്നും നിലനിർത്തപ്പോ നമ്മൾ എന്തോ ഒരു വഴി കാണുക. ഒരു വഴിയുണ്ട്. എന്താണ്? ഒരു അവാർഡ് കിട്ടണം. ആർക്ക്? സാറിന്. എനിക്കോ? എന്റെ പ്രസാദ, ഈ അവാർഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് മേടിക്കണ സാധനമല്ലല്ലോ. ഇത് ആരെങ്കിലും തരണ്ടേ? ആര് തരും നമുക്ക്? അത് തരാനുള്ള ആളുകളുണ്ടെന്നേ, ചില സംഘടനകളുണ്ട്. നമ്മൾ അവർക്കുള്ള പൈസ കൊടുത്താൽ മതി. നല്ലവരുടെ സാറേ. ആണല്ലേ? എന്നാ പിന്നെ അതൊന്നും നോക്കാം നമുക്ക്. കട കൊടുത്തു, കടി കൊടുത്തു, അടക്കടി കൊടുത്തു. ഇതൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലേ സുധിയായ? ഈ അതനുസരിച്ച് നിന്നാ മതി. അതാ ഓട്ടെ, ഇനിയിപ്പൊ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതെന്തപ്പത്? രാവട്ടാ, ഒരു ഉപ്പുനാറ സോഡ എടുക്ക്. ഒന്ന് എനക്ക് കൊടുത്തോളെ. രണ്ടെണ്ണം എടുത്തോളി. അല്ല രാവട്ടാ, ഇതാരത്? ഇത് നമ്മുടെ ആ ചാനലിന്റെ ചിലക്കണ ചങ്ങായിയല്ലേ? അതെ. എന്തിന്റെ ഇപ്പൊ ഇത് അവാർഡ്? എന്താണ്? ഓന് ബെസ്റ്റ് റിപ്പോർട്ടർ എന്നുള്ള അവാർഡാണ്. ഈ കഴിഞ്ഞ 4-5 കൊല്ലം മുമ്പേ വന്നിട്ട് പ്രളയമില്ലേ, അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് ഇവനാന്നുള്ളൂ. റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പ്രളയം ഉണ്ടായിരുന്നില്ല. ഇതാരപ്പ ഈ അവാർഡ് കൊടുക്കണേ? ക്ഷേത്ര കമ്മിറ്റിക്കാര്. ക്ഷേത്ര കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും ഒക്കെ അവാർഡ് കൊടുക്കണം. ഒരെണ്ണം കൂടി വേണല്ലോ. വന്നവർക്കും പോയവർക്കും ഒക്കെ അവാർഡാണ് ഇപ്പോഴേ. അതെ, അത് മാത്ര നമ്മളെ മൊയ്തമ്മല്ലേ, അയാൾക്കൊരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അറിഞ്ഞ് മൊയ്തൂന് അവാർഡ് കിട്ടിയതിനെതിരായിട്ട് നമ്മുടെ മണ്ടോതിരി യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടത്. അത് കണ്ടിരുന്നോ നിങ്ങള്? കണ്ടിരുന്നോ? അത് കാണേണ്ട സാധനമാണ്. ഞാനതിപ്പോ കൊറേ പേര് കാണിച്ചു കൊടുത്ത് നോക്ക്. അവാർഡുകൾ സാധാരണ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുക. എന്നാൽ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. കാശ് കൊടുത്ത് അവാർഡ് എങ്ങനെയെങ്കിലും തേടിപ്പിടിച്ച് കൈക്കലാക്കുക, അതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. ചില അവാർഡുകൾ കാണുമ്പോൾ നമുക്ക് ചിരിയും പുച്ഛവും ഒക്കെ തോന്നും. അത്തരത്തിൽ എനിക്ക് ഈയിടയ്ക്ക് ചിരി വന്ന ഒരു അവാർഡാണ് മികച്ച രാഷ്ട്രീയക്കാരന് കൊടുക്കുന്ന മഹാത്മാ പുരസ്കാരം. അങ്ങനെ ഒരു പുരസ്കാരം ഇത്തവണ ലഭിച്ചത് ആർക്കാണ്? അഴിമതി വീരനും കൈക്കൂലിക്കാരുടെ ഏജന്റും കാട്ടുകള്ളനുമായ കുപ്രസിദ്ധനായ ബഹുമാനപ്പെട്ട MLA മൊയ്തുവിന്. ഒരു കഴിവും ഇല്ലാത്ത കള്ളന്മാരിൽ ബഹുകള്ളനായ ഇങ്ങനെ ഒരു MLA എന്ന് പറയാൻ പറ്റില്ല, എങ്ങനെയോ MLA ആയ ഇത്തരം ഒരു കാട്ടുകള്ളനെ വിളിച്ച് ആർഭാടമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച് മഹാത്മാവിന്റെ പേരിൽ ഒരു പുരസ്കാരം കൊടുത്ത ആ സംഘാടകരോടും അത് നാണമില്ലാതെ ഉളുപ്പില്ലാതെ പോയി മേടിച്ച ഈ MLA എന്ന് പറയുന്ന മൊയ്തുവിനോടും എനിക്ക് പുച്ഛം മാത്രം. നന്നായി, സത്യല്ലേ പറഞ്ഞേ? നല്ല മറുപടി. അതാണ് അതാവണ്ട്. ഓനൊക്കെ സത്യസന്ധനുള്ള അവാർഡ്, മഹാത്മാ അവാർഡ് ആലോചിച്ചോക്ക്. പണ്ടല്ലേ ഈ അവാർഡ് എന്നെല്ലാം പറഞ്ഞ വലിയ അംഗീകാര. ഇപ്പൊ ഇതിങ്ങനെ ചവറ് പോലെ ഭാര്യക്ക് ഒരു കൊടുക്കുമല്ലേ? അല്ല സ്തുതി, അവാർഡ് എന്നെല്ലാം പറഞ്ഞ ഒരു ബലേനല്ലേ? അല്ല നിങ്ങൾക്ക് അവാർഡ് വേണോ? രാഘവേട്ടന്
എന്തിന്? ചാകോട്ടെ എത്ര കൊല്ലായി ഇവിടെ ഇങ്ങനെ കടയും വെച്ച് ഇരിക്കുന്നത്. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു കടയും വെച്ച് ഇത്രയും കൊല്ലം ഇങ്ങനെ കൊണ്ടുവച്ച ചില്ലറ കാര്യ. അല്ല അത് ശരിയാത്താ, അത് ശരിയാ. ഈ ജാതിയൊക്കെ കൊടുക്കാച്ച അപ്പൊ ഇതൊക്കെ കൊടുക്കാം. അതിന് എല്ലാവരും എന്താ ഏട്ടാ, ഒരു അവാർഡിന് താല്പര്യം ഉണ്ടോ? അല്ല അപ്പൊ ആരപ്പത് കൊടുക്കുക? അത് നമ്മളെ ഫൈനാൻസിലെ ആൾക്കാരോട് പറഞ്ഞാ പോരെ, ഓല് ശരിയായി കൊടുക്കൂലേ. പിന്നെ അല്ലാണ്ട് പോണാ നിക്കോണാ കിട്ടുക കിട്ടുക കിട്ടുന്നതാ ഉമ്മക്ക് ശരിയാക്കാത്. ഞങ്ങള് ഇവിടെ സൊസൈറ്റിയിലുണ്ട്. സിൽവർ ജൂബിലി ഒക്കെ വരാൻ പോകല്ലേ. അപ്പൊ അതിന്റെ ഒരു അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ആരും വന്നിട്ടൊന്നുമില്ല. പ്രസിഡന്റ് ഞാനും പിന്നെ സെക്രട്ടറി സുബോധനും ഉണ്ട്. വേറെ ആരുമില്ല ഇവിടെ. ഞാനും ഉണ്ട്. അതൊക്കെ കണക്കാനെ. എന്താ വന്നോ കാണാം. ശരി ട്ടാ. ആരാ അത് സ്തുതിയില്ലേ? അവൻ നമ്മുടെ സിൽവർ ജൂബിലിക്കേ പാട്ട് പാടാൻ ഒരു അവസരം വേണമെന്ന് പറഞ്ഞ് എന്റെ പിന്നാലെ നടക്കണം. പാട്ടൊന്നും പാടിക്കണ്ട. അല്ല, അവൻ എല്ലാ സ്റ്റേജിലും ഒരു ഒറ്റ പാട്ട് അത്ര പാടുന്നു. കരിമുരളിയിലെ അതൊന്നും അറിയില്ലേ, പാട്ട് പാടാനൊന്നും അറിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കപ്പോ ഈ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഉദ്ഘാടകൻ ആരാണെന്ന് തീരുമാനിക്കും. ഇപ്പൊ ആരെയായിരിക്കും നമുക്ക് നന്നാവുക? രാഷ്ട്രീയ രംഗത്തുള്ള ആരെങ്കിലും വേണോ? രാഷ്ട്രീയക്കാർ വേണോ? എന്നാ പിന്നെ നമുക്ക് വേറെ ആരെയാ പറ്റുക? എന്തായാലും ഒരു VIP ഉണ്ടായിക്കോട്ടെ, അത് നന്നാവും. നമ്മുടെ നാട്ടിലൊരു ഒരേ ഒരു VIP അല്ലേ ഉള്ളൂ, സൂപ്പർ സ്റ്റാർ മന്മഥൻ. അത് മതി, അത് മതിയല്ലോ. മൂപ്പര് ഏത് ഫംഗ്ഷന് വരണമെങ്കിൽ 5 ലക്ഷം ഉറുപ്പിക കൊടുക്കണം. അത് വേണം, അത് പാടാണ്. സത്യേട്ടാ. എന്താ മോനെ? അതെ, ഇപ്രാവശ്യം നമ്മുടെ സിൽവർ ജൂബിലിക്ക് നമ്മുടെ നാട്ടുകാരുടെ പാട്ടൊന്നും വേണ്ടെന്നാ പറയണേ. അതുകൊണ്ട് പാട്ട് ഇപ്രാവശ്യം വേണ്ട അല്ലേ? അതല്ലേ തീരുമാനിച്ചേ? അല്ല, പാട്ടിന്റെ കാര്യം പറയാൻ വന്നല്ലേ. ഞാൻ നേരത്തെ വിളിച്ചില്ലേ നിങ്ങളാ? എന്താ കാര്യം? നമ്മളെ പരിപാടി എല്ലാം ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചല്ലോ. നമ്മളെ രാഘവേട്ട ഉണ്ടല്ലോ, നമ്മളെ പാലത്തിന്റെ ചോട്ടില് ചായക്കട ഓലിക്കൊരു അവാർഡ് ഇപ്രാവശ്യം നമ്മൾ കൊടുക്കണെങ്കിലും. എന്ത് എന്താ? എന്റെ അച്ചാച്ചൻ വരെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലങ്ങളായിട്ട് ചായപ്പൊടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാ, ഒരുപാട് തരം ചായ ഉണ്ടാക്കിയ മനുഷ്യനാ. അപ്പൊ ഓലെ നമ്മളൊന്ന് പരിഗണിക്കണം. ചായ കൊടുക്കണത് അത് അയാള് ജീവിക്കാൻ വേണ്ടിട്ടല്ലേക്കാ. അതിനെന്തിനാ അവാർഡ് കൊടുക്കണം? അല്ല, ചായ കച്ചവടക്കാരന് അവാർഡ് അല്ല ചേട്ടാ, അതായത് നമ്മളിപ്പോ ഈ പേപ്പറിൽ ഒരു ദിവസം പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് 1, 2, 3 അവാർഡ് എപ്പോ ഉണ്ടാവും. എല്ലാം രാഘവട്ടം വായിക്കുകയും ചെയ്യും. എന്റെ ഒരു കാലക്കേട് ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ പോയിന്. അല്ലെന്നേ, പുള്ളിക്ക് വലിയൊരു പൂതിയുണ്ട് വാങ്ങണമെന്നല്ലേ. അവാർഡ് എല്ലാവർക്കും കിട്ടുന്നല്ലേ, എനക്കും കിട്ടണമെന്നൊരു ആഗ്രഹം പുള്ളിക്കുണ്ട്. അപ്പൊ ഞാനത് പറയുകയും ചെയ്തു, നമുക്ക് ശരിയാക്കാം. എടോ, നമ്മൾ ഈ ആദരിക്കൽ അവാർഡൊക്കെ ആർക്കാ കൊടുക്കുക? ഒന്നല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാവണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനാവണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സേവനം ചെയ്ത ആളാവണ്ടേ. ഇതൊരു മുക്കിലെ പീടിയയിൽ 10-40 കൊല്ലം ചായ ആറ്റിയാൾക്ക് എന്തിന്റെ പേരിൽ അവാർഡ് കൊടുക്കുക? ഇതല്ല എല്ലാരും കൊടുക്കുന്ന സാധനം ഞങ്ങളിപ്പം പറഞ്ഞത്. പൊരിക്കച്ചവടമല്ല, വരുന്നവർക്ക് ഇങ്ങനെ പാട്ടയിലാണെന്ന് പൊരി കൊടുക്കുക. ഇതൊരു വ്യതിചലിച്ച ചിന്തയുടെ ഭാഗമായിട്ട് നമുക്ക് കൊടുത്തൂടെ, ഒരു പുതിയൊരു സംഭവമായിട്ട്. ഇത് പറയാനാണോ വന്നേ? ചെല്ല്, ഇവിടെ വേറെ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാണ്ട്. ചെല്ല്. പെയിന്റ് അടിക്കണ കാര്യം പറഞ്ഞ അത് ചെയ്യണില്ലേ? പെയിന്റ് അടിക്കണ്ടേ? മഴ മാറണ്ടേ? മഴ മാറിയിട്ട് ഈക്കല്ലേ തീർത്ത്. ശരി, മഴ മാറിട്ട് അതുകൊട്ടെ. അപ്പൊ നമ്മുടെ ഉദ്ഘാടനത്തിന് നമ്മളപ്പോ എന്ത് ചെയ്യാനപ്പോ? മന്മഥനെ വിളിക്കാൻ പറ്റില്ല, കാശ് കൊടുക്കണ്ടേ 5 ലക്ഷം. അതെ, മന്മഥനെ വിളിക്കാം. അപ്പൊ അതിന് കാശ് കൊടുക്കണ്ടേ? കാശ് കൊടുക്കണ്ട, അവാർഡ് കൊടുക്കാം. അതിന് നിൽക്കുമോ? നമുക്ക് നമ്മുടെ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി അല്ലേ, അപ്പൊ ആ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് മന്മഥന് നമ്മളൊരു അവാർഡ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവാർഡ് എന്നൊക്കെ പറഞ്ഞവർക്ക് ഭയങ്കര താല്പര്യ. അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് വരും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മള് എന്ത് അവാർഡാ കൊടുക്കുക? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് കൊടുക്കാം. കിഴക്കേക്കര ഓസ്കാർ. അത് വേണ്ട, മാറ്റാം. വേറെ എന്തെങ്കിലും കിട്ടുമോ നോക്കുക. ഉത്തമ പുരുഷൻ അവാർഡായാലോ? അതും വേണ്ട. അയാളിപ്പോ ഉത്തമ പുരുഷനാണോ അല്ലയോ എന്ന് ഇപ്പൊ നമുക്കറിയോ? ഒരു കാര്യം ചെയ്യാം, സമഗ്ര സംഭാവനയ്ക്കുള്ള ഗ്രാമവിദ്വാൻ അവാർഡ്. ഗ്രാമവിദ്വാൻ അവാർഡ്, അത് പിന്നെ ഗ്രാമവിദ്വാൻ അവാർഡ് അത് നല്ല, നമുക്ക് അതങ്ങോട്ട് കൈയടിച്ച് പാസ്സാക്കാം. അതായിക്കോട്ടെ, ഗ്രാമവിദ്വാൻ. അയ്യോ, സോറി ഉണ്ട് ട്ടാ. എന്താന്ന് വെച്ചാല് ഞാന്
ഡിസംബറില് ഞാന് കാനഡയ്ക്ക് പോവാണ്. നമ്മുടെ ജിത്തു സാറിന്റെ പടത്തിന്റെ ഷൂട്ട് അവിടെയാണ്, കാനഡയിലാണ്. അപ്പൊ ഏതാണ്ട് ഒരു 1.5 മാസത്തോളം ഞാൻ കാനഡയിലായിരിക്കും. എന്താ അതാ പറഞ്ഞത്. അപ്പൊ നിങ്ങളൊരു ജനുവരി ഒക്കെ ആകുമ്പോ ഒന്ന് വിളിക്കുന്നിട്ട് നമുക്ക് നോക്കാട്ടാ. ശരി. മുന്നേട്ടാ ബദാം മിൽക്ക് എടുക്കാൻ പറയും. സാറേ കൺഗ്രാചുലേഷൻസ്. അവാർഡ് കിട്ടിയല്ലോ. അതാ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചോ? ഇല്ല, നാഷണൽ അവാർഡ് അല്ല ഇത് നമ്മുടെ. അങ്ങനെ ഇരിക്കട്ടെ. ഇതെന്താണ് സംഭവം? അല്ല, നമ്മുടെ അവാർഡേ ഇപ്രാവശ്യം സാറിനാണ്. ഏതാ? അല്ല, നമ്മുടെ ഫൈനാൻസ് സൊസൈറ്റിയുടെ അവാർഡ് ഇപ്രാവശ്യം സാറിനാണല്ലോ. നമ്മളെ എവിടെന്നാണ്? നമ്മുടെ നാട്ടിലെ കിഴക്കേതിലെ സുഗതൻ മന്മത നാട്ടുകാരാണ് നമ്മള്. അതെ, ഞാൻ പൊഴിക്കുന്നത്ത് ദിവാകരന്റെ മകനാണ്, സത്യശീലൻ, അച്ഛന്റെ കൂട്ടുകാരനാ. അതെ, സംബന്ധം വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഫൈനാൻസിന്റെ അവാർഡാണല്ലേ? സന്തോഷമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു അംഗീകാരം കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്നെ പോലെ ഒരു കലാകാരനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതെ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോ കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അതൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. ഈ വർഷം ഫിലിം ഫെയർ അവാർഡ് കിട്ടി. പിന്നെ ഒരു പടം നാഷണൽ അവാർഡിന് ഇപ്പൊ പോയിട്ടുണ്ട്. കിട്ടും. നിങ്ങൾ എന്തിനാണ് എനിക്കിപ്പോ തരണത് അവാർഡ്? സമഗ്ര സംഭാവന അവാർഡ് ഏതായാലും പ്രഖ്യാപിച്ചല്ലോ. ഒരു ഡേറ്റ് പറഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷൻ വെച്ചില്ലേ? എല്ലാം നിങ്ങൾ അങ്ങ് തീരുമാനിച്ചു. നമ്മള് നോട്ടീസൊക്കെ അടിച്ചു കൊടുത്തേ. എന്നാലേ നിന്റെയൊക്കെ കോത്താഴത്തെ ഈ ഫൈനാൻസ് സൊസൈറ്റിയുടെ അവാർഡ് മേടിക്കാൻ ഞാൻ വരില്ല. എനിക്കത് വേണ്ട. അല്ല, കോത്താഴത്തല്ല, കിഴക്കേക്കര. അല്ല പറഞ്ഞ കിഴക്കേക്കരയുള്ള കോത്താഴത്തെ ഈ നിങ്ങളുടെ സംഘടനയുടെ അവാർഡ് മേടിക്കാൻ ഞാൻ വരില്ലടോ. അല്ല, അത് എന്താ മന്മത അങ്ങനെ? അല്ല, അങ്ങനെ പറയരുത്. നമ്മളിപ്പോ നമുക്കൊരു അവാർഡ് കിട്ടുന്നതല്ലേ. അയ്യോ, ജനിച്ച നാട്ടിൽ നിന്ന് ഒരു അവാർഡ്. ഈ സംഘടനയുടെ പ്രസിഡന്റ് ഇപ്പോഴും പ്രസിഡന്റ് അല്ലേ? അതെ, ആസ്ഥാന പ്രസിഡന്റും ആസ്ഥാന സെക്രട്ടറിയും. തുടക്കം മുതൽ ഞങ്ങൾ തന്നെ മാറിയിട്ടില്ല. ഈ പ്രസിഡന്റും സെക്രട്ടറിക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ഞാൻ ഈ ഉത്സവപ്പറമ്പിലൊക്കെ മിമിക്രി കാണിച്ച് നടന്ന സമയത്ത് നിങ്ങളുടെ ഈ ഫൈനാൻസിന്റെ ഒരു ഓണാഘോഷ പരിപാടി, അന്ന് ഞാൻ എൻ്റെ നല്ല പ്രായത്തിൽ ഞാൻ വന്നിട്ട് നിങ്ങളോട് എനിക്കൊരു സ്റ്റേജിൽ ഒരു 5 മിനിറ്റ് മിമിക്രി അവതരിപ്പിക്കാൻ തരുമെന്ന് ചോദിച്ചു. 2 ചേട്ടായിമാരും കൂടെ എന്താ എന്നോട് പറഞ്ഞെന്നറിയോ? ഓർക്കണ്ട? അന്ന് ഓർത്തു നോക്ക്. ഇല്ല, അങ്ങനെ ഓർക്കുന്നുണ്ട്. നല്ല കലാകാരനാവുന്നൊക്കെ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. നല്ല കലാകാരനാവുന്നൊക്കെ പറഞ്ഞു. താൻ അതല്ല പറഞ്ഞത്. നീ മിമിക്രി കാണിക്കണ്ട, നീ പോയി ആക്രി പറക്കാൻ പോകുന്നു. അതാ നീക്ക് എന്നോട് പറഞ്ഞത്. പക്ഷെ അവിടെ തളർന്നില്ല. അന്ന് കിട്ടിയ ആ ഒരു ഊർജം ഉണ്ടല്ല, അത് വെച്ചിട്ടാണ് ഞാൻ വളർന്ന് കലാകാരനായത്. എനിക്ക് വാശിയായി ഒരു സിനിമ നടന, ഒരു കലാകാരനാവണം, നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളാവണമെന്ന്. അവിടുന്ന് കിട്ടിയ ഊർജം ഉണ്ടോ ഞാൻ ഇത്ര ഉണ്ടായത്? ഇങ്ങനെ ഒരുത്തൻ വളർന്ന് വരുമ്പോ കുറെ എണ്ണമുണ്ട് തളർത്താനായിട്ട്. എന്നിട്ട് അവനെ അങ്ങോട്ട് കളിയാക്കി അവനെങ്കിൽ ഇല്ലാണ്ടാക്കുക. എന്നിട്ട് അവൻ എന്തെങ്കിലും ആയിക്കഴിഞ്ഞ കേക്കട്ടോ, എല്ലാരും കേക്കട്ടോ. എന്നിട്ട് അവൻ എന്തെങ്കിലും ആയിക്കഴിയുമ്പോ പൊക്കി പിടിച്ചോണ്ട് വരും. അവനെ കൊണ്ടുപോയി അവാർഡ് തരിക. എന്നിട്ട് അവനെ കൊണ്ടുപോയി അവാർഡ് ഫംഗ്ഷനിൽ ഇരുത്തുക. ഒരു 250 ഒരു ബാലകൻ തരിക. എന്നിട്ട് അവിടെ പറഞ്ഞ കുറെ ചെറ്റകൾക്കെല്ലാം ഇവനെ കൊണ്ട് അവാർഡ് കൊടുപ്പിക്കുക. എന്നിട്ട് ഇവൻ അങ്ങോട്ട് കച്ചവടം ചെയ്യുക. എന്നിട്ട് നിനക്കെല്ലാം ആളാവാനായിട്ടല്ലേ? അതിന് എന്നെ കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഞാൻ വരില്ലോ. ഞാനിപ്പോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് 5 ലക്ഷം റുപ്യാണ് മേടിക്കുന്നത് കേട്ടോ. അല്ല, ഇതിപ്പോ നമ്മള് ഒരു അവാർഡ് ആയിട്ടല്ലേ ഇപ്പൊ നമ്മൾ കണക്കാക്കുന്നത്. നോട്ടീസൊക്കെ അടിച്ചിട്ട് അംഗീകാരം തരികയാണല്ലോ. നോട്ടീസ് ആരോട് ചോദിച്ചടിച്ചേ? നോട്ടീസ് ആരോട് ചോദിച്ചടിച്ചേ? അല്ല, അത് വർഷം നമ്മൾ കൊടുക്കുന്ന. എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നില്ല. വരാൻ എനിക്കൊരു താല്പര്യമില്ല. അല്ല, അപ്പൊ ഞങ്ങളുടെ അവാർഡ് 2 രൂപ നിന്റെ കണ്ണാക്കൽ പുങ്ങി തിന്നണം. എന്നാ എനിക്ക് അവാർഡ് തരാൻ വന്നെങ്കിലും ചെറ്റകള്. കലിപ്പങ്ങടെ എനിക്ക് തീരുന്നില്ല. ആ മൂട് പോയിട്ടാ. ആ ഡയലോഗ് ഞാനൊന്ന് പറയാം. അത് ശരിയാണെന്ന് നോക്കട്ടെ. ജീവിതത്തില് ഉയർച്ച ഉണ്ടാവണമെങ്കിൽ പ്രവൃത്തിയിൽ നന്മ ഉണ്ടാവണം. പ്രവൃത്തിയിൽ നന്മ ഉണ്ടായാൽ മാത്രമേ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. കറക്റ്റാണോ? ഓക്കെ അല്ലേ? ആ ഓക്കെ. എല്ലാവരും റെഡി അല്ലേ? റെഡി ആയിക്കോളി. ശരി,
ഓൺ യുവർ മാർക്ക് സ്റ്റാർട്ട്. എന്താ ഈ ചങ്ങായി കാണിക്കണേ? ആരോപണ കറക്റ്റ് പറഞ്ഞു കൊടുക്കേ. സാറ്റ് വിളിച്ചിട്ട് വിസിൽ വിളിക്കും സാർ, അപ്പോഴേ ഓടണ്ടുള്ളൂ. സാറ്റ് ഒഴിവാക്കിയിട്ട് വിസിൽ വിളിച്ചാ പോരെ? ഞാൻ ഓൺ യുവർ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും റെഡി ആയിട്ട് നിൽക്കാം. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ശരി, ലോക്കല്ലേ? എല്ലാവരും റെഡി? ഓൺ യുവർ മാർക്ക് സ്റ്റാർട്ട്. ഹലോ, എനിക്ക് തോന്നുന്നു എത്ര നേരായി വെള്ളം കോരി കിട്ടണില്ല. ആ കെട്ടിയോള് വിളിക്കാൻ ഇപ്പൊ മൂപ്പര് ഗ്രൗണ്ടിൽ വന്നാൽ കെട്ടിയോള് ഒരു 4-5 വട്ടം വിളിച്ച് പഠിപ്പിച്ചാളും. ചുറ്റിക്കളില്ല, റിട്ടയർഡ് ആയിട്ട് 8 കൊല്ലം ഇപ്പഴാ ചുറ്റിക്കളി. അച്ഛൻ 65 വയസ്സിലാണ് വെറുതെ മനുഷ്യന്മാർക്ക് പ്രസവം സൂറൊക്കെ വരണേ കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആ വെക്ക് ഞങ്ങൾക്ക് ഇവിടെ പണി ആ ചക്കന്മാരെ ഒറ്റക്കാലിലാണ് നിൽക്കണേ. ആ പോയിക്കോളി പോയിക്കോളി. വരല്ലേ ഓട്ടം ആ വെച്ചോ വെച്ചോ, അന്നോടല്ല വരല്ലേ ഓട്ടം പറഞ്ഞത്. ആ ശരി ശരി ശരി. ആ ശരി, കൊറേ നേരമായി ശരിയായി. ആയിക്കോട്ടെ. ഓൺ യുവർ മാർക്ക് വിസില് കിട്ടി. രണ്ടും കൂടി ഹാലാക്ക്. ഒരു മിനിറ്റ്. എന്താണ്? ഓൺ യുവർ മാർക്ക് സ്റ്റാർട്ട്. ഓട്ട മത്സരത്തിലാണ് ഏറ്റവും പിൻവതി. അതാ മുമ്പ് മഞ്ഞ. എന്തൊരു ഹാലാക്ക്. എവിടേക്ക് ഓടുന്നു? കട്ടത്തോടുക. ഇങ്ങോട്ട് വായുണ്ട്. ഇങ്ങോട്ട് വാ. നിങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടാളും കുഴപ്പമില്ല. ഇങ്ങോട്ട് വായോ ഉണ്ണി, ഇങ്ങോട്ട് വായോ സാറേ. ഇങ്ങോട്ട് വായോ. അന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഇജ്ജ് ഈ കല്ലുമുണ്ട് കൊടുത്തിട്ടൊന്നും ഈ ജാതി പരിപാടിക്ക് വരാൻ പറ്റില്ല. ഇന്നലെ ഇജ്ജ് വന്ന അന്നോട് ഞാൻ പറഞ്ഞാണ്. പറഞ്ഞു സാറേ. ഒന്നാമത്തെ ഇജ്ജ് എന്തിനാ ഈ പണിക്കിറങ്ങണേ? അനക്ക് ഒന്നാമത്തെ ഒരു ഫോറസ്റ്റിൽ ഒന്നാമത്തെ ഒരു പണിയുള്ളതല്ലേ സാറേ? ആ പണി പോലല്ല, ഇത് ഫയർഫോഴ്സിന്റെ എഞ്ചിൻ ഡ്രൈവർ എന്നെല്ലാം പറഞ്ഞാല് തീ പിടിച്ചെടുത്തേക്ക് വരുമ്പോ ഒരു വരെയുണ്ട് സാറേ. തീ പിടിച്ചോടത്തേക്ക് ഈ അവിടുന്ന് ഓടിയത് കണ്ട് ഈ ജാതി എന്റെ ഓട്ടോ ചെയ്യാൻ അവിടെ കത്തിച്ചാവലുണ്ടാവണല്ലോ. ആ സാർ ഇത് നോക്കിയല്ലേ? നിങ്ങൾ രണ്ടാളും ഒക്കെ കുഴപ്പമില്ല. അഞ്ഞിപ്പോ അതെന്തേലും കേട്ടോ, ഇതിപ്പോ നോക്കിട്ടല്ലോ ഒരു ജോലി ഉണ്ടല്ലോ, കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഞാൻ അടുത്ത ഷോർട്ട് പുട്ടാണ്. ഇതിങ്ങനെ ഈ വിരലോണ്ടാ പിടിക്കാൻ പാടുള്ളൂ. വിരലൊക്കെ ഞാൻ പറഞ്ഞു പുഷപ്പൊക്കെ എടുത്തിട്ട് വിരലൊക്കെ സ്ട്രോങ് അല്ലേ? ഇനിയിപ്പോ ഇവിടെ വന്നിട്ട് ഇറങ്ങറായി പറയരുത്. ഇതാ വിരലോണ്ട് ഇങ്ങനെ പിടിക്കാം, എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം. അങ്ങനെയാണ് അതിന്റെ പൊസിഷൻ. മനസ്സിലായില്ലേ? എന്നിട്ട് ഇവിടുന്ന് ശരിക്കും ഇങ്ങനെ ഊക്കല് വേണം അറിയാനായിട്ട്. അങ്ങനെയാണ് അറിയാന് കേട്ടോ. എന്നാ ശരി, റെഡി. കുഞ്ഞു നാളെയില്ല ഒരു സംശയമാണ്. എന്താ ഇനി ഉണ്ടാ എനിക്ക് സംശയം? ഇത് കായികക്ഷമതന്റെ ഒരു ഉപകരണമാണല്ലോ ഈ സാധനം, ഷോർട്ട് പുട്ട്. അതെ, ഈ ഭക്ഷണക്ഷമതന്റെ പേരെന്തിനാണ് സാർ ഇട്ടിന് ഷോർട്ട് പുട്ടിന്? പുട്ട്. ഇവന്റെ ഓരോ സംശയങ്ങളുണ്ടല്ലോ എന്റെ ആരോമലെ. എന്താണ് ഇത്? ഷോർട്ട് പുട്ട് അല്ലാണ്ട് തിന്നണ പുട്ടല്ല അത്. ഫുട്ബോൾ ഉണ്ട്, അതിന്റെ മുമ്പിൽ ഫുഡ് എന്ന് കഴിഞ്ഞിട്ടാണ് ബോള്. അപ്പൊ ഈ ഫുഡ് വെച്ചിട്ട് തിന്നോ? അതൊക്കെ എല്ലാവർക്കും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഒരു അന്നത്തിന് വേണ്ടിട്ട് തന്നെയല്ലേ ഇതൊക്കെ. ഞാൻ അടക്കം അതിനെ ഇറങ്ങണേ. ഈ പറഞ്ഞത് നേരെ ചൊവ്വ ചെയ്താണ്. എന്നാ ശരി ശരി, വരേന്ന് അങ്ങോട്ട് കടന്നു പോവരുത്. അല്ല അങ്ങോട്ട് നീങ്ങിന്നാണ്ട് അങ്ങോട്ട് നീങ്ങി ആ കയ്യും ഊറ്റി മോന്ന് കൊള്ളു. ആ ഓക്കെ സാർ. ശരി, റെഡി, പൊസിഷൻ. അത് കളിക്കാം. അത് അനക്ക് കുഴപ്പമില്ല കേട്ടോ, അനക്ക് ടെസ്റ്റ് കുഴപ്പമില്ല. ആ ഫോൺ കിട്ടന്നെ. ഈ എക്സസൈസിന്റെ ഇടയിലാണ് അമ്മേ. ആരാ? ആരോ ആരോ നമ്പറാണ്. ഹലോ, അതെ മോന്റെ ജോലിക്കാരൊക്കെ ആയിട്ടാ. ആ പോലീസ് എന്ന് പറഞ്ഞാ പോലീസിന്റെ ഇതാണ്, ഉടുപ്പാണ് ഇടേണ്ടത്. പക്ഷെ പോലീസല്ല. ആ അതെ, എന്താന്നോ മറ്റേ ഇതുണ്ടല്ലോ ഈ മോനെ, എന്താ അതിന്റെ ഫയർ ആൻഡ് റെസ്ക്യൂ. ആ മറ്റേ ഫയർഫോഴ്സ് പറഞ്ഞാ മതി. നമ്മുടെ തീ അണയ്ക്കാൻ വന്ന പോലീസില്ലേ? എവിടെയെങ്കിലും തീ ഉണ്ടെന്ന് പറഞ്ഞ ഇനി പുഷ്പേജ് വിളിച്ചാൽ മതി, ഇന്റെ മോൻ വരും. ആ ശരി ശരി. എന്തിനാ അമ്മ ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ഈ ജോലി കിട്ടിയാരും പറയണത്? അമ്മ ഇനി അവിടെ പോയിട്ട് ട്രെയിനിങ് ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ടേ ജോലിന്റെ കാര്യം തീരുമാനമാവുള്ളൂ.
എന്റെ കസത്തിൽ നിർത്തിക്കാ. വേഗം പോയി കുളിക്കാൻ നോക്ക്. 10 മണി നമ്മളേക്ക് അവിടെ എത്തണ്ടേ? ആ ഞാൻ അച്ഛൻ 3 ബസ് മാറി കയറിയാലേ അവിടെ എത്തുള്ളൂ. ആ. എല്ലാം അങ്ങട് ആ അച്ഛൻ വന്നിട്ട് സോപ്പ് കൂടി തരി. വേഗം കുളിക്കടാ. സോപ്പ് വെച്ച് കുളിക്കാൻ നിൽക്കണ്ട. ഒന്ന് മുങ്ങിയിട്ട് ഞാൻ വരാം. മണ്ടുവാ, ഉം. ഞങ്ങളതിന് പോകുമ്പോ അവനെ പിന്നിന്ന് വിളിക്കരുതിട്ടാ. ബാഗ് എടുത്തോ, സർട്ടിഫിക്കറ്റ് എടുത്തോ ചോദിച്ചിട്ട്. പിന്നെ എന്റെ മോന്റെ കാര്യങ്ങൾ ആരാ അന്വേഷിക്കാ? എടി, ഒരു നല്ല കാര്യത്തിന് മുമ്പ് പിന്നിന്ന് വിളിക്കരുത് എന്ന്. അതൊക്കെ മുമ്പ് കൂട്ടി ചെയ്തു വെക്കണം എന്നായി പറയണ്. ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ. കേട്ടോ ആ എന്താ പറ്റിയ 2 ദിവസമായിട്ട് വിഷമമാണല്ലോ. ഭാര്യ ഇസ്രായേലിൽ നിന്ന് പണി നിർത്തി പോന്നാണേ. അവിടെ എന്താ പ്രശ്നം? നിങ്ങൾ ഈ പേപ്പറൊന്നും വായിക്കണല്ലേ? മിസൈലൊക്കെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇങ്ങനെ വന്നിട്ടിരിക്കണ യുദ്ധമല്ലോടോ. ഇനിയിപ്പോ നല്ലല്ലേ പെണ്ണുങ്ങൾ വന്ന് നിങ്ങൾക്ക് പീടികയിലൊന്നും പോയി തിന്നണ്ടല്ലോ. ഇനി ആരെനിക്ക് പണി തരാനാണ്? എത്ര കാലമായി പണിക്ക് പോയിട്ടെന്ന് അറിയാമോ? ഭാര്യയുടെ ചെലവിലല്ല കഴിഞ്ഞിട്ട് എഴുന്നേച്ചത്. അപ്പൊ നിങ്ങൾക്ക് പണിക്ക് വന്നു ഇപ്പത്തെ പ്രശ്നം? ആ പിന്നല്ലാണ്ട് ഇനി പണിയെടുക്കണ്ടേ? യുദ്ധം തൊലയേട്ടാ. ഇപ്പൊ ഞാൻ അത്ര കണ്ടീഷനില്ല, പിന്നെ വിളിക്കാം. ഓഫായിന്നോ മുണ്ടോടൊക്കെ ഞാൻ വിളിക്കാം. എന്താ വേണ്ട കേക്ക്? ബന്ധുണ്ടേട്ടാ കൈക്ക്? ഇത് പറയാണ്ടിരിക്കുന്നതല്ലേടാ. അത് ഫയർഫോഴ്സിന് ഒരു കായികക്ഷമതാ പരീക്ഷയുടെ നാളാ. നിങ്ങൾക്ക് ഓൾറെഡി ഫോറസ്റ്റിൽ ജോലി ഉണ്ടല്ലോ, പിന്നെന്താ? അത് കാട്, ഇത് തീ. ചെറുപ്പത്തിലെ തീയോട് ഭയങ്കര ഇഷ്ടമായിടാ. സ്വന്തം വീടിന് തീ കൊടുത്തവനാ ഞാൻ, കെടുത്താൻ വേണ്ടിട്ട്. പക്ഷെ അന്നേരം കെടുത്താൻ പറ്റില്ല, നമ്മ പ്രായം ചെറുത്. അന്നേരം തീയോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫയർഫോഴ്സ് പറഞ്ഞാൽ നമ്മള് എൻജിൻ ഡ്രൈവറുടെ ഒന്ന് ഓടിച്ചോ മാക്കിയിട്ട് ഒരു പോക്കുണ്ട്. അതൊക്കെ എടുത്തല്, പിന്നെ ഇറങ്ങുമ്പോൾ ആൾക്കാരെല്ലാം നോക്കല്. അത് ആഗ്രഹമാണ്, ലൈഫ് ഒന്നല്ലേ. അപ്പൊ ഇഷ്ടം. നാളത്തെ ടെസ്റ്റിന് മുന്നോടിയായിട്ട് കോയ സാറിന്റെ അടുത്ത് ഞാൻ പ്രാക്ടീസിന് പോയി. ആരോമലും ഉണ്ടായിനി. ഓട്ടവും ചാട്ടെല്ലാം പാസ്സായി. അവസാനം ഈ ഉരുണ്ട സാധനം ഉണ്ടല്ലോ, ഇരുമ്പിന്റെ ഷോട്ട്പുട്ട്. ഈ ആരോമൽ എറിയുമ്പോ എന്താ വെച്ചാൽ ഓനായിരുന്നു ആദ്യം. എറിയുമ്പോ നേരെയല്ലേ കൊടുക്കേണ്ടത്. ഞാൻ ബാക്കിലുണ്ടായിനി, തിരിഞ്ഞു പറഞ്ഞ എന്റെ ഷോൾഡർ. ഇത് ആരോഗ്യം എറിഞ്ഞിട്ട് നിങ്ങളെ കൈക്കിങ്ങനെ? ഇത് വിഷയമല്ല, ഇതൊന്നും എന്നെ സംബന്ധിച്ച് വിഷയമല്ല. ഇതൊക്കെ ശരിയാവും. നാളെ ടെസ്റ്റ് പാസ്സാവുമെങ്കിൽ അത് വേറെ കാര്യം. ഹലോ, ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യാനുണ്ടായിനി? അവിടെ ഇവിടെ മാറി നിന്നിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ആരംഭിക്കാണ് സാറേ. ചാടാതെ നിൽക്കട. ആദ്യം ഇതിലൊന്ന് കേറാൻ നോക്ക് കേട്ടാ. ആവശ്യത്തിന് സമയം നന്നല്ലേ. കയ്യാലത്തിൽ വിളിക്കണ ചെസ്റ്റ് നമ്പർ വിളിക്കണവര് വരണം. ഓക്കെ, വിളിച്ചോ. നീ ഇപ്പൊ ഇതിൽ പങ്കെടുക്കേണ്ടവനല്ലേ? പങ്കെടുക്കണ്ടോ മാത്രല്ല, ഇതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടവരാണ് ഞാൻ. എന്താ പറ്റിയ എനിക്ക്? അത് അവരുടെ ഇരുമ്പിന്റെ സാധനം കണ്ടോ, ഷോട്ട്പുട്ട്. അവന്ന് എറിയുമ്പോ ഒന്ന് ഉളുക്കിപ്പോയി കൈ മൊത്തം. എന്നിട്ട് നീ നാട്ടുകാരോട് അതല്ലോ പറഞ്ഞിറക്കണം. എന്റെ ആരോമല എറിഞ്ഞിട്ട് എങ്ങനെ പറ്റിയെന്നല്ലേ പറഞ്ഞിറക്കണം. അടിക്കരുത്, അത് അഭിമാനം കൊണ്ടാണ്. ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയണ്ടേ. അപ്പൊ ഞാൻ ആരോമലിന്റെ പേരിട്ടു. ആരോമൽ എറിയുമ്പോ കൊണ്ടുപോകും. നീ ഇനി അവനെ ശപിക്കരുത്. അവൻ ജയിക്കാൻ പ്രാർത്ഥിക്കും. ഞാനിപ്പോ എന്തിനാ വന്നെന്നറിയോ? ആരോമൽ ജയിക്കുന്ന കാണാനാ. നേരെ ഓടി. മാറിക്ക, അവരെ എറിഞ്ഞു കൊല്ലും. മാറോ, വിളിക്ക്. മണ്ണൊന്നും പറ്റാൻ പറ്റില്ല. തുടച്ചേ, തുടക്ക് കൈ തുറക്ക്. എന്നിട്ട് എടുക്ക്. ആ സൈസ് ഇവിടെ എടുക്കൂല മോനെ. കണ്ട, അടുത്ത ആരോമല എറിയുണ്ട്. വിജയിക്കട്ടെ.
ആ വിളിക്കാം 105 ആരോമൽ. വിളിച്ചോ. അഭിലാഷ്. എടാ ഇങ്ങാട് തിരിഞ്ഞേക്ക്, ഇങ്ങാടെ അറിയണം. അഭ്യാസിയാണെന്ന് തോന്നുന്നു. കൊല്ലുവലി പണിയൊക്കെ കൊന്നാനല്ലാളാ നെഞ്ചിലിട്ട് എറിയണം ഇത്രയും സ്ഥലം ഇവിടെ കിടന്നിട്ട്. ഞാൻ വിചാരിച്ചു നല്ല മറിയുന്നേ ഏതൊക്കെ ജാതി വകന്തകളാണ് ഈ പറഞ്ഞാവോ. മറിക്ക് നീങ്ങിന്നോട്ടാ, നീങ്ങിന്നോ. ഈ ഷോർട്ട് പുട്ട് റീല് കഴിഞ്ഞൂലേ? അത് കഴിഞ്ഞു. പക്ഷെ സാധനം ഇനിയും ചെയ്യാനുണ്ട്. വേറെ എന്തായാലും ഉണ്ട്. റോപ്പ് ഉണ്ട്, മുകളിൽ കയറൽ പിടിക്കൽ പരിപാടിയെല്ലാം ഉണ്ട്. അതെ, എല്ലാരും റെഡിയല്ലേ? എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ കേറേണ്ടത് വന്ന് നിന്നിട്ട് പിടിച്ച് കേറി ആ റെഡ് റിബണിൽ തൊട്ടിട്ട് അതുപോലെ തന്നെ പിടിച്ച് താഴേക്ക് ഇറങ്ങണം. ഒരു കാരണവശാലും വിരലോ കാലോ യൂസ് ചെയ്യാൻ പാടില്ല. പിടിച്ച് കയറുമ്പോ കയ്യിൽ ബലം കൊടുത്തിട്ട് മാത്രമേ കയറാൻ പാടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവര് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഒരു ചാൻസേ ഒരാൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും പരമാവധി ശ്രദ്ധയോടെ വൃത്തിയായിട്ട് ചെയ്യുക.